Good evening, Gregory Acha. Good evening, everybody. Good evening, Acha. Good evening. ആരംഭിക്കാമോ? നമുക്ക് 47 പേര് ആയിട്ടുണ്ട്. അതെ നമ്മൾ പഞ്ചിരയുടെ കാര്യം പറഞ്ഞു. അതെ, നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. പ്രിയപ്പെട്ടവര്, ഇന്ന് നമ്മുടെ സെഷൻസ് 5ാമത്തെ സെഷനാണ് ആരംഭിക്കുന്നത്. എന്നാൽ നമ്മുടെ ക്ലാസ്സുകൾ 4ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗ്രൂപ്പിന് ഇതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ ഗ്രൂപ്പ് 1-നെയാണ് ഇന്ന് ഇത് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള നേതൃത്വം വഹിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഗ്രൂപ്പിന്റെ ആനിമേറ്ററാണ്. എൻ്റെ പേര് ആർക്കേഞ്ചലോ, തിരുവനന്തപുരം അതിരൂപതക്കാരനാണ്. ആദ്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ ആനിയാണ് പ്രാർത്ഥന നയിക്കുന്നത്. ആനിയെ പ്രാർത്ഥന നയിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ആനി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹിച്ചോയെ, ഈ ഒരു നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും മുഴുവനായും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് പറയുന്നത് പോലെ ഈ ഒരു കൂട്ടായ്മ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറയുന്നു. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുവാണ്. ഈശോയെ, ഇന്നത്തെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഗ്രിഗറി അച്ഛനെയും അതുപോലെ നേതൃത്വ പരിശീലന പരിപാടിയുടെ ഭാഗമായിരിക്കുന്ന ഓരോ അംഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങൾ ഈ ഒരു മാധ്യമത്തിന്റെ സഹായത്തോടെ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഈശോയെ, അത് അങ്ങയുടെ വലിയൊരു പദ്ധതി പ്രകാരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓരോ പ്രഭാതത്തിലും പുതുമയേറിയ അങ്ങയുടെ സ്നേഹമാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടിയതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ അങ്ങയുടെ സുവിശേഷം ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാനുള്ള ഓരോ ഉപകരണങ്ങളാക്കി ഞങ്ങൾ തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നത്തെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ പ്രാവർത്തികമാക്കുവാനും അത് പുതിയൊരു വെളിച്ചമായിട്ട് മാറുവാനും ജ്ഞാനത്തിന്റെയും കൃപയുടെയും അഭിഷേകത്താലെ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ നീലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾ പ്രത്യേകം യാചിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, അമ്മ ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തുവാനായിട്ട് സഹായിച്ചതുപോലെ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത ഞങ്ങളുടെ കൂടെയും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ ജ്ഞാനത്തിൽ ഞങ്ങളും വളരുവാനും ഒപ്പം ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ ഈശോയുടെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും എടുത്തുപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾ യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സകല വ്യക്തികളും യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. യോഗത്തിൽ നേതൃത്വം വഹിക്കുന്നവരെയും യോഗത്തിൽ പങ്കെടുക്കുന്നവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് യസ്മിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, ആം ഐ ഓഡിബിൾ? എന്നെ കേൾക്കാമോ? യെസ്, കേൾക്കാം. ലത്തീൻ സഭയുടെ ശാക്തീകരണത്തിനും സഭയിൽ ഊർജ്ജസ്വലരമായ നേതാക്കളെയും പ്രാസംഗികരെയും വാർത്തെടുക്കുവാനും KRLCBC എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഓൺലൈൻ പ്രസംഗ നേതൃത്വ പാഠ പരിശീലന ഗ്രൂപ്പിന്റെ ഇന്നത്തെ ഈ സെഷനിലേക്ക് ഇവിടെ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 12 ലത്തീൻ രൂപതയിൽ നിന്നും വ്യത്യസ്ത തുറകളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ വ്യക്തികളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരെയും കഴിവുകൾ തേച്ച് മിനുക്കി തിളക്കമാർന്ന വ്യക്തികളാക്കുകയും
അതുവഴി നമ്മുടെ സമുദായത്തിന് ഉന്നമനത്തിനായി നല്ല നേതാക്കളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കർമ്മ പദ്ധതിയുടെ ലക്ഷ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മെ ഓരോരുത്തരുടെയും പ്രസംഗ ശൈലിയെയും നേതൃത്വ പാടവത്തെയും ഉയർത്തിക്കൊണ്ടുവരുവാനായി ആരംഭിച്ചിട്ടുള്ള ഈ പഠന കളരിയെ നയിക്കുന്ന എത്രയും പെരിയ ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. ദിവസവും നമുക്ക് വേണ്ടി പ്രസംഗ ശൈലികളുടെ ബാലപാഠങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ജെയ്സൺ സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ജെയ്സൺ സാറിന്റെ പോസ്റ്റുകൾക്ക് ഊർജം പകരുന്ന ഓഡിയോ മെസ്സേജുകൾ, വോയിസ് മെസ്സേജുകൾ ഞങ്ങൾക്ക് തരുന്ന ജോബിൻ സാറിനെയും മറ്റെല്ലാ പരിശീലകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ആനിമേറ്ററും ഞങ്ങൾക്ക് നിരന്തരം നല്ല പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കാഞ്ചലോ സാറിനും മറ്റു ഗ്രൂപ്പിന്റെ എല്ലാ ആനിമേറ്റേഴ്സിനെയും റെവറൻ സിസ്റ്റേഴ്സ്, എൻ്റെ ഒപ്പമുള്ള എല്ലാ സഹപഠിതാക്കളെയും ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു യസ്മി. ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. അതായത് നമ്മുടെ സഭാകമ്പം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആലോചന ഒരു പ്രശ്നം. അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഇന്ന് ഗ്രിഗറി അച്ഛൻ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ. ബഹുമാനപ്പെട്ട അഭിലാഷ, പ്രിയപ്പെട്ട അനിമേറ്റർമാരെ, കോർഡിനേറ്റർമാരെ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങളുടെ തീക്ഷ്ണമായ സാന്നിധ്യത്തിനും പ്രോത്സാഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും സഭാകമ്പവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സഭാകമ്പം എന്ന് പറയുന്നത്, ഭയപ്പാടെന്ന് പറയുന്ന ഒരു സാധാരണ സംഭവമാണ്. അത് എല്ലാവരിലും സാധാരണഗതിയിൽ കാണുന്നതാണ്. അപ്പൊ അതുവഴി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സാധാരണ പ്രസംഗിക്കുക മാത്രമല്ല, നമ്മളൊരു വേദിയിൽ വരുമ്പോൾ അവിടെ നമുക്ക് ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രസംഗിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ തന്നെ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും. ആശയങ്ങൾ സ്വാതന്ത്ര്യത്തോടെ പറയാനും അത് പറഞ്ഞ് ഫലവത്തായ രീതിയിൽ അവതരിപ്പിക്കാനും ഒക്കെ ഒരു പക്ഷേ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകാം. അത് രണ്ട് തരത്തിലും നമുക്ക് കാണാൻ കഴിയും. ഒന്ന് പ്രസംഗിക്കുമ്പോഴും ഒരു സമൂഹത്തിൽ സംസാരിക്കുമ്പോഴും അനുഭവപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ സഭാകമ്പം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രസംഗത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാണുന്ന ഒരു സർവ്വസാധാരണമായ പ്രതിഭാസമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്നിട്ട് അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ച് ചില ചിന്തകൾ. അപ്പൊ ആദ്യമായിട്ട് ഒരാൾ പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അയാളെ കുറിച്ചുള്ള ശ്രദ്ധ പ്രധാനമായിട്ടും ആ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ അയാളിലേക്കായിരിക്കും. ഇപ്പൊ എല്ലാവരുടെയും കണ്ണുകൾ ആ വ്യക്തിയിലേക്ക് പതിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിസ്വാഭാവികമായ ഒരു ശക്തി ആ വ്യക്തിയിൽ കടന്നു വരുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ അത് സാധാരണമാണ്. ഇപ്പൊ ഒരു വേദിയിലിരിക്കുമ്പോൾ ഞാൻ ആ സ്റ്റേജിന്റെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് മാറുകയാണ്. ഇപ്പൊ എല്ലാവരും എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരിൽ നിന്നുണ്ടാകുന്ന ഏകാഗ്രതയുടെ ശക്തമായ പ്രതിഫലനം എൻ്റെ പൊസിഷനെയും എൻ്റെ സംസാരത്തെയൊക്കെ ബാധിക്കും. അത് അറിഞ്ഞോ അറിയാതെ എൻ്റെ ശരീരത്തെ മുഴുവനും ബാധിക്കുന്നതിന് കാരണമായിട്ട് മാറും. ഈ ഒരു ഊർജം എങ്ങനെ പുറപ്പെടുവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പറയുന്നത്, നമ്മൾ അഡ്രീനാലിൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി ശക്തിപ്പെടുത്തുകയും അതിലൂടെ എൻസൈം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അമിതമായ ഊർജം നമ്മിലേക്ക് ഉണ്ടാകും. അപ്പൊ അമിതമായ ഊർജം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഹൃദയമിടിപ്പുണ്ടാകും, വിയർപ്പുണ്ടാകും, നമുക്ക് അതിസ്വാഭാവികമായ ചില പ്രവണതകൾ നമ്മുടെ ശരീരത്തിലൂടെ ഉടലെടുക്കും. ഇത് നമ്മൾ ഉൽപ്പാദിക്കപ്പെടുന്ന ഈ അഡിനൽ ഗ്രന്ഥിയിലൂടെ പുറപ്പെടുന്ന എൻസൈമിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ അതൊരു സ്വാഭാവികമായ ശാരീരികമായ പ്രതിഭാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ശാരീരികമായ പ്രതിഭാസമാകുന്ന അമിത ഊർജ ഉൽപ്പന്നം അത് വളരെയധികം അസ്വസ്ഥമാക്കേണ്ട കാര്യമല്ല. അതൊരു സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും ഉണ്ടാകുന്നതാണ്. കാരണം നാം എവിടെ ചെന്ന് നിൽക്കുന്നു അവിടെ എല്ലാവരുടെയും ശ്രദ്ധ നമ്മിലേക്ക് വരുമ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രവണതയായിട്ട് അത് കണ്ടാൽ മതിയാകുന്നതാണ്. അപ്പൊ അതാണ് ഒരു ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത് എന്തുകൊണ്ട് ഭയം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിന് കാരണമായിട്ട് പറയുന്നത് തെറ്റായ ചിന്താഗതികളാണ്. അപ്പൊ ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും, മറ്റുള്ളവർ കളിയാക്കുമോ,
മറ്റുള്ളവർ ചിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ നമ്മുടെ ബുദ്ധിയെ നമ്മൾ ഓർത്തിണക്കി വച്ചിരിക്കുകയാണ്. ഇപ്പൊ ചിലന്തി വല കൂടുകെട്ടി ചിലന്തി കൂടുകെട്ടി അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് പോലെ നമ്മളും നമ്മുടെ ചിന്തകളെ പല രീതിയിൽ വയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ വയർ ചെയ്യപ്പെടുന്ന ചിന്തകൾ എന്ന് പറയുന്നത് എനിക്ക് നല്ലോണം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെ തെറ്റുകൾ ഉണ്ടാകാം, അത് കണ്ട് ആളുകൾ ചിരിച്ചു എന്ന് വരാം, അവര് എന്നെ കളിയാക്കിയെന്ന് വരാം. ഇങ്ങനെയുള്ള ചിന്താഗതികളാണ് ഭയത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നാം തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തപ്പെട്ട ചിന്തകളാണ്. അങ്ങനെയുള്ള ചിന്താഗതികൾ ശക്തമായിട്ട് നമ്മൾ വരുമ്പോൾ നമുക്കൊരു പക്ഷെ വാക്കുതടസ്സം ഉണ്ടാകുകയും സ്വാതന്ത്ര്യത്തോടെ പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാമത് നമുക്ക് ഉണ്ടായിട്ടുള്ള മുൻ അനുഭവങ്ങൾ. ഏതെങ്കിലുമൊക്കെ വേദിയിൽ നമ്മളിങ്ങനെ പറയാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ടോ അല്ലെങ്കിൽ ശരിയായ ഒരുക്കമില്ലാത്തത് കൊണ്ടോ പറഞ്ഞൊപ്പിക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോയ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തില് നമ്മളെ ഒരു തിക്ത അനുഭവം പ്രസംഗമായിട്ട് ബന്ധപ്പെട്ടോ സംസാരമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മെ സ്വാധീനിക്കുന്നതിന് കാരണമായിട്ട് മാറും. അങ്ങനെയുള്ള മുൻകാല അനുഭവങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഭയം സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ട് മാറും. അതുകൂടാതെ വീണ്ടും അതുപോലെ വീണ്ടും ഉണ്ടാകാമെന്നുള്ള ചിന്താഗതി. ഇപ്പൊ ഞാൻ പണ്ട് ചെയ്തപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി, അത് പക്ഷെ വീണ്ടും വരുമോ എന്നതിനെ കുറിച്ച് ഒരു ആകുലത, ഉത്കണ്ഠ ഒരുപക്ഷെ നമ്മെ ബാധിക്കുന്നതിന് കാരണമായിട്ട് മാറുകയും അത് ഭയരൂപത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നതിന് കാരണമായിട്ട് മാറും. മറ്റൊന്ന് ശൈശവത്തിലുണ്ടായ അനുഭവങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിലാണ് സ്റ്റോർ ചെയ്തപ്പെട്ട് വയ്ക്കുന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബോധ മനസ്സും ഉപബോധ മനസ്സും ഉണ്ട്. അപ്പൊ ഈ ഉപബോധ മനസ്സിൽ ചെറുപ്പകാലം മുതലുള്ള അനുഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോർ ഹൗസ് ആണ്. അത് ബോധ മനസ്സിൽ നിന്ന് വിഭിന്നമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അതറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബോധ മനസ്സിലൂടെ കടന്നു വരുന്നതിന് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കയറി നിൽക്കുമ്പോൾ എവിടെ നിന്നാണ് ഭയം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്ന ഊണ്ടഡായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളുണ്ടായ നെഗറ്റീവ് അനുഭവങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ചെടുക്കപ്പെട്ടതായിരിക്കാം. അങ്ങനെയുള്ള അനുഭവങ്ങളുടെ ആ ഒരു പ്രതിധ്വനിയായിട്ട് ഭയം സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ അത് മിക്കവാറും ഈ ഫ്രോയിഡ് മുതലായ ചിന്തകരൊക്കെ പറയുന്നതാണ്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഒരു പെർഫെക്ഷനിസ്റ്റ് ആകണം എന്നുള്ള ചിന്തയാണ്. ഞാൻ ഒരു പരിപൂർണനാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം പരിപൂർണമായിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഞാനൊരു പരിപൂർണനാണ്, ഞാൻ പറയുന്നതും ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എൻ്റെ ഇംപ്രഷൻ, എന്നെ കുറിച്ചുള്ള ഇംപ്രഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഇംപ്രഷൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക ഭയത്തെ സൃഷ്ടിക്കാം. അപ്പൊ ഞാനൊരു എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പെർഫെക്ഷനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസംഗത്തിലൂടെ ആ ഒരു മനോഭാവത്തിന് കളങ്കമുണ്ടാകുന്ന പ്രതികരണം ഉണ്ടായാൽ പിന്നെ അത് എന്നെ ബാധിക്കില്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ആയിരിക്കാം, അല്ലെങ്കിൽ എന്ന ഒരു മനോഭാവമായിരിക്കാം ഈ ഒരു ഭയത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായിട്ട് മാറുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു വെല്ലുവിളിയായി നമ്മൾ എടുക്കുന്നതിന് പകരം പലപ്പോഴും ഒരു ഭീഷണിയായിട്ട് മാറും. പ്രസംഗത്തെ ഒരു ഭീഷണിയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയം അറിയാതെ വരും. അതിനൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാള് ആയുധമായിട്ട് വരുമ്പോൾ നമ്മൾ ആ ആയുധത്തെ നേരിടുവാൻ വേണ്ടി അതിനെ കൊല്ലാൻ പോകുന്നു എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ശത്രുവിനെ കീഴടക്കാനാകില്ല. അത് നമ്മെ വിഴുങ്ങുകയും പിന്നെ നമുക്ക് ഭയത്താൽ നമ്മൾ പ്രചോദിപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് മാറും. അപ്പൊ അത് അല്ല, സ്വാഭാവികമായിട്ട് എനിക്ക് അതിനെ എതിരിടാൻ കഴിയുമെന്നുള്ള ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുക. എന്ത് വരട്ടെ എന്ന് പറഞ്ഞാൽ നേരിടുവാനുള്ള ഒരു ചങ്കൂറ്റത്തോടുള്ള പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ ആ ഭയത്തെ അതിജീവിക്കാൻ കഴിയും. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രവണത ഒരു ഭീഷണിയായിട്ട് നമ്മൾ കാണുകയാണ്. പ്രസംഗത്തെ ഒരു ഭീഷണിയായിട്ട് കാണുന്നു, ഒരു ശത്രുവിനെ പോലെ കാണുന്നു, ശത്രു എന്നെ ആക്രമിക്കാൻ വരുന്നത് പോലെ കാണുന്നു. അതുകൊണ്ട് അതിന്റെ തിക്താനുഭവമായ ഭയം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയും ഞാൻ അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമാകാം ഭയം. അതുകൊണ്ട് തന്നെ ഭയം ഒഴിവാക്കുവാൻ വേണ്ടി അതിനൊരു വെല്ലുവിളിയായിട്ട് കാണണം, ഒരിക്കലും ഒരു ഭീഷണിയായിട്ട് കാണരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്നെ വേറെ ഒരു കാരണമായിട്ട് പറയുന്നത്, ചില ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് സ്വഭാവത്താൽ തന്നെ സെൻസിറ്റീവായ ആളുകളാണ്, മൃദുല സ്വഭാവമുള്ള ആളുകൾ. അപ്പൊ അത് ചില ആളുകൾ അങ്ങനെയാണല്ലോ. ചില ആളുകൾ എന്ത് പറഞ്ഞാലും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മൾ പ്രതികരിക്കുകയും അവരെ കുറിച്ച് തൊട്ടാവാടി സ്വഭാവം എന്ന് പറയും. അപ്പൊ തൊട്ടാവാടി സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനം കണ്ടു കഴിഞ്ഞാൽ ഉടനെ കരയുകയോ വിഷണ്ണനാവുകയോ ചെയ്യുന്ന പ്രകൃതമുണ്ടാകും. അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രകൃതമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭയം എത്രയും വേഗം ആ വ്യക്തി കീഴടക്കുന്നതിന് കാരണമായിട്ട്. അത് ചിലപ്പം നിസ്സാരമായ കാര്യം മതി,
പ്രസംഗം നിർത്തിവെച്ചിട്ട് പോകാനും പ്രസംഗം തുടരാൻ കഴിയാതെ മാന്തിച്ചു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഈ സെൻസിറ്റീവായ ആളുകൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രസംഗത്തെ നേരിടുന്നതിന് ഭയപ്പെടുന്ന ആളുകളാണ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നതെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരും ചിന്തകരും ഒക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ചില തത്വങ്ങൾ ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെങ്ങനെയാണ് നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയുന്നത്? ഒന്നാമതായിട്ട് ക്രമേണ ഒരു പടിപടിയായിട്ട് മാത്രമേ നമുക്ക് ഭയം പൂർണ്ണമായിട്ടും അകറ്റാൻ കഴിയൂ. അപ്പൊ എല്ലാം ഒറ്റയടിക്ക് നീക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ അത് മിഥ്യാധാരണയാണ്. ഒരു കാരണവശാലും എന്നിലുള്ള ഭയം എനിക്ക് പൂർണ്ണമായിട്ട് ദൂരീകരിക്കാനാവുകയില്ല. ഞാൻ അറിയാതെ എന്റെയൊക്കെ എവിടെയോ ഉള്ളിൽ നിന്നുകൊണ്ട് അത് പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രതികരിക്കാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മനസ്സിന്റെ ഗതി ഒരിക്കലും ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. മനസ്സിന്റെ ഗതി എന്ന് പറയുന്നത് വളരെ രഹസ്യാത്മകമായിട്ട് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. അപ്പൊ അത് പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ ഉണർന്നെണീറ്റുകൊണ്ടിരിക്കും. അത് നമ്മെ പല രീതിയിലും ബലപ്പെടുത്തുകയോ ബലഹീനമാക്കുകയോ ചെയ്യാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റിയില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അത് ക്രമേണ അതിനെ അതിജീവിക്കുവാൻ കഴിയും എന്നുള്ള ചിന്തയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചിന്താഗതികളായിരുന്നാലും മനോഭാവങ്ങളാലും അങ്ങനെ കൊണ്ട് നിറയ്ക്കണം. പടിപടിയായിട്ട് എനിക്ക് എൻ്റെ ഭയത്തെ അതിജീവിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു ഉത്ബോധം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ അത് ക്രമേണ മാറ്റിയെടുക്കുന്നതിന് സാധിക്കും. അതുകൂടാതെ നെഗറ്റീവ് ചിന്താഗതിയെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാൻ കഴിയണം. അപ്പൊ എനിക്ക് അതിന് കഴിയും എന്ന് ഉള്ള ഒരു ചിന്താഗതി അത് ഉണ്ടാകണമെങ്കിൽ തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല, തെറ്റ് സ്വാഭാവികമാണെന്നുള്ള ചിന്താഗതി നമ്മളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറയുമ്പോൾ തെറ്റും, കാരണം ഞാൻ മനുഷ്യനാണല്ലോ. മനുഷ്യനായ ഞാൻ തെറ്റുകൾ പറഞ്ഞ് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിനെ അങ്ങനെ നിറയ്ക്കണം. തെറ്റ് പറ്റുക സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറയുമ്പോൾ തെറ്റുകൾ ഉണ്ടാകും, അത് സാധാരണമാണ്, അതിൽ അതിസ്വാഭാവികമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട എന്നൊരു പാഠം നമ്മുടെ ഉപബോധ മനസ്സിനെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ക്രമേണ അതിൽ നിന്ന് ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ അത് നമ്മൾ സ്വന്തമായിട്ട് ആർജിച്ചെടുക്കേണ്ട ഒരു മനോഭാവവും നമ്മുടെ മനസ്സിലെ ഒരു വികാര രീതിയുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും നമുക്ക് നല്ല പ്രസംഗകരാകുവാൻ കഴിയുന്ന രീതിയിൽ ചില പ്രസംഗകരെയൊക്കെ അനുകരിക്കുന്ന നന്നായിരിക്കും. ഒരുപാട് നല്ല പ്രസംഗകരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ചില ശൈലികൾ ഒന്ന് അനുകരിച്ചുകൊണ്ട് ആ ശൈലികൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതനുസരിച്ച് പ്രസംഗിച്ച് പഠിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അതിനെ അതിജീവിക്കുന്നതിന് കഴിയും. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയിൽ ചെന്ന് വീഴാൻ കഴിയും. ഒരുപാട് ശൈലികൾ പഠിച്ച് അതിനെ അനുകരിച്ച് ഞാൻ എൻ്റെതായ ഒരു ശൈലി രൂപപ്പെടുത്തും. സ്റ്റൈൽ ഈസ് ദ മാൻ അങ്ങനെയുള്ള പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനാണ് സ്റ്റൈൽ. അപ്പൊ എൻ്റെ സ്റ്റൈൽ ഞാൻ തന്നെ നിർമ്മിക്കുന്നതാകണമെങ്കിൽ ഞാൻ പല ശൈലികൾ കണ്ടെത്തി അതെന്റെ ശൈലിയാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിലാക്സേഷൻ മൂഡിലായിരിക്കണം പ്രസംഗത്തെ സമീപിക്കേണ്ടത്. റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയും നമ്മുടെ ശരീരമൊക്കെ അല്പം ആയാസരഹിതമായ മനോഭാവത്തോടും റിലാക്സേഷനോടും കൂടി നിന്നുകൊണ്ട് പ്രസംഗിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരിക്കലും ടെൻഷൻ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രസംഗത്തെ അഭിമുഖീകരിക്കരുത്. അതുകൊണ്ട് റിലാക്സ് ആകണം. അപ്പോഴും ബോഡി ഭാഗങ്ങൾ അല്പം കൂടെ ആയാസപരമായ രീതിയിൽ ഒരു റിലാക്സ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് നിന്ന് നമ്മൾ പ്രസംഗിക്കാൻ നമ്മെ തന്നെ അഭ്യസിപ്പിക്കണം. അതുകൂടാതെ ഞാൻ പരിപൂർണനാണെന്നുള്ള ചിന്ത കളയണം. ഒരിക്കലും പരിപൂർണനാകാൻ എനിക്ക് കഴിയില്ല. കർത്താവ് പ്രാർത്ഥിച്ചു, എന്റെ സ്വർഗസ്നാപിത പരിപൂർണ പോലെ നിങ്ങളും പരിപൂർണമാകുക. തീർച്ചയായിട്ടും നമ്മുടെ പരിപൂർണതയിലേക്ക് നടന്നെടുക്കുകയാണ്. പരിപൂർണർ അല്ല, പരിപൂർണതയിലേക്കാകാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അതാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പരിപൂർണതയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഞാൻ പരിപൂർണൻ ആണ് എന്നുള്ള ചിന്ത വെടിയുക. ഞാൻ ഈ പെർഫെക്ഷനിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മാത്രം. ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന്, ഞാനൊരു അസാധാരണ ഒരു മനുഷ്യനല്ല. അപ്പൊ ഞാൻ സാധാരണ മനുഷ്യനായ ഞാൻ സാധാരണ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് സാധാരണ ചുറ്റുവട്ടങ്ങളും സാധാരണ ജീവിതക്രമങ്ങളും ഒക്കെ എന്നെ സാധാരണ രീതിയിൽ ബാധിക്കുമെന്നുള്ള ഒരു സാധാരണത്വം എനിക്കുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് എന്നുള്ള ഒരു ചിന്ത വച്ചു പുലർത്തിയാൽ ഒരിക്കലും എനിക്ക് നല്ല രീതിയിൽ പ്രസംഗിക്കാൻ കഴിയില്ല. അതെന്നെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഒരു ചിന്ത അങ്ങ് മാറ്റിവെക്കുക. ദെൻ എന്നിൽ തന്നെയുള്ള ഈ ഭയത്തിന്റെ കാരണം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഭയം ഉണ്ടാകുന്നത്? അപ്പൊ ആ ഭയത്തിന്റെ കാരണം ഞാൻ എന്നിൽ തന്നെ ഒന്ന് പിന്നോട്ട് ചികഞ്ഞെടുത്ത് അത് കണ്ടെത്തി അതിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ എന്നില് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം ഭയം ഉണ്ടാകുന്നുള്ള കാരണം. എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പൊ ഒരു സദസ്സിൽ ചെന്ന് കഴിയുമ്പോൾ ആ സദസ്സിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ഓരോന്നിലുണ്ടാകുന്ന പ്രവണത
വ്യത്യസ്തമായിരിക്കും. കാരണം അവന്റെ മേക്കപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഓരോ വ്യക്തികളുടെയും മേക്കപ്പ് അവനായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അവന്റെ കുടുംബ പാരമ്പര്യത്തെയും അവന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും അവന്റെ ജീവിത ചുറ്റുപാടുകളൊക്കെ അവലംബിച്ചായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവനായിരിക്കുന്ന അവസ്ഥയെ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഏതെല്ലാം മേഖലകളിലൂടെയാണ് ഞാൻ കടന്നു വന്നതെന്ന് ചിന്തിച്ച് എന്തായിരിക്കാം എന്നെ ഭയപ്പെടുന്നതെന്നുള്ള ആ കാര്യങ്ങളൊന്ന് കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിച്ച് അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിലൂടെ അതിജീവനം എനിക്ക് സാധ്യമാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു പിന്തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടെ ഉണ്ടാകുന്ന കുറവുകളെ പരിഹരിക്കുവാനുതകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഞാൻ വളർത്തിയെടുക്കുന്നു. അത് ഒരുപക്ഷെ കുട്ടിക്കാലം വരെ ചെന്നെത്തുന്നു വരാം, അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ബാല്യകാലത്തോടൊപ്പം തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള മറ്റുള്ളവരിൽ നിന്നുണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങളിൽ നിന്നുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് കണ്ടെത്തി അവലതിച്ച് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഒരു പരിധിവരെ സൗഖ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു മനോഭാവവും ചിന്താഗതിയും ഞാനിൽ തന്നെ വളർത്തിയെടുക്കണം. അത് ഭയം ഇല്ലാതെയാക്കുന്നതിന് സഹായമായിട്ട് മാറും എന്നുള്ളതാണ്. ഇനി ഈ ഭയം വരാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരിക്കലും നെഗറ്റീവായിട്ട് പ്രസംഗം ആരംഭിക്കരുത്. പലപ്പോഴും നെഗറ്റീവായിട്ട് പ്രസംഗം ആരംഭിക്കുമ്പോൾ അത് ഭയത്തെ കൂടുന്നതിന് കാരണമായിട്ട് മാറും. ചില ആൾക്കാർ പറയും, ഞാൻ ഒരുക്കത്തോടു കൂടിയല്ല വന്നത്, ഞാൻ ചില ചിതറിയ ചിന്തകൾ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഒരു വികലമായ രീതിയിൽ കോൺഫിഡൻസ് ഇല്ലാതെ ഒരിക്കലും വന്ന് പ്രസംഗവേദിയെ അഭിമുഖീകരിക്കും. കോൺഫിഡൻസ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവായ ആറ്റിറ്റ്യൂഡും നെഗറ്റീവായ പറച്ചിലും പ്രസംഗത്തിന് ദോഷമായിട്ട് മാറും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സദസ്സിൽ നിന്നൊരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാകും. നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ അത് എന്നെ ബാധിക്കുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. പറയുന്ന വാക്കുകളും പറയുന്ന സമീപന രീതികളെല്ലാം പോസിറ്റീവ് ആകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ അതനുസരിച്ച് എനിക്ക് ഭയത്തെ അതിജീവിക്കുവാൻ കഴിയും. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ചത് പറയുകയാണ്. അതായത് നമ്മുടെ വയറും പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ചില ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ പൊരിച്ചതും വറുത്തതും ഒക്കെ ആയുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ അസിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അത് ഒത്തിരി ടെൻഷൻ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടും അത് ചില ആളുകൾ അതിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ നമ്മൾ കഴിച്ച ആഹാര പദാർത്ഥങ്ങൾ ഒരു പരിധി വരെ നമ്മളെ ടെൻഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. എന്തോ അത്ര ശരിയാണെന്ന് അറിയാം, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ല. എന്നിരുന്നാലും ഞാൻ വായിച്ചതിൽ വിളിച്ചതിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുപക്ഷെ ഈ ശൂന്യമായ വയറോടുകൂടി പോകുന്നതും കുഴപ്പമില്ല. അപ്പം ഈ ശരീരത്തിലുണ്ടാകുന്ന വയറിൽ നിന്നുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദി മൂത്താണ് വ്യാധി, വ്യാധി മൂത്താണ് ആദി, എന്ന് പറഞ്ഞാൽ ടെൻഷൻ മൂത്താണ് രോഗം ഉണ്ടാകുന്നുള്ള ഈ ഭാരതീയ ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ ആദി കൂടുമ്പോഴാണ് ഈ പറയുന്ന വ്യാധികളൊക്കെ ഉണ്ടാകുന്നത്. രോഗങ്ങളെല്ലാം കൂടുന്നതിന് പ്രധാനപ്പെട്ട ടെൻഷൻ കൂടുന്നതെല്ലാം ഈ ഉള്ളിൽ വരുന്ന ആകുലതരാണ്. അത് ഒരു വയറിലൂടെ വരാം നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ. അപ്പൊ അതുകൊണ്ടൊരു ടിപ്പായിട്ട് ഞാൻ വായിച്ചത്, ഈ മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റ് പോലുള്ള സാധനം ഒന്ന് വായിലിട്ട് അലിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ്. അതേസമയം കരിച്ചതും പൊരിച്ചതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മുടെ അസിഡിറ്റിയെ ബാധിക്കുകയും അത് ഒരുവിധം അസ്വസ്ഥത വയറിൽ സൃഷ്ടിക്കുകയും അത് നമ്മെ ഭയപ്പെടുത്തുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കണം. പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ എന്നിൽ നിന്നല്ല ആയിരിക്കേണ്ടത്. ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവനും ഓഡിയൻസിന്റെ മുമ്പിലായിരിക്കണം. കാരണം എൻ്റെ ലക്ഷ്യം എന്താണ്? ആശയം കൈമാറുക എന്നുള്ളതാണ്. ആശയം കൈമാറുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ എന്നെക്കുറിച്ച് ഓവറായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആരോ ആയിക്കൊള്ളട്ടെ, ഞാൻ എന്തോ ആയിക്കൊള്ളട്ടെ, അതല്ല പ്രധാനപ്പെട്ടത്. എനിക്ക് ഒരു ആശയം ഇവിടെ കൈമാറ്റം ചെയ്യാനുണ്ട്. അപ്പൊ ആ ആശയമാണ് എൻ്റെ മുന്നിലുള്ളത്. ആ ആശയത്തെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതായിരിക്കണം എൻ്റെ മനസ്സിലുള്ള ചിന്ത. അല്ലാതെ എന്നെ പ്രൊജക്റ്റ് ചെയ്യണം, എന്നെ വലുതാക്കി കാണിക്കുന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ പ്രസംഗം നന്നാകുകയില്ല. അപ്പൊ ഞാനല്ല ചിന്താവിഷയം, എൻ്റെ ആശയമാണ് ചിന്താവിഷയം. എൻ്റെ ആശയത്തിനാണ് പ്രാധാന്യം. ആ ഒരു ചിന്താഗതി എനിക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ക്രമേണ വളർത്തിയെടുക്കേണ്ടതാണ്. അപ്പൊ സാവധാനം കോൺഫിഡൻസോടുകൂടി വീണ്ടും കോൺഫിഡൻസിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അത് നമ്മൾ വീണ്ടും ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ നമ്മളുടെ പോസിറ്റീവ്സ് ആയ കാര്യങ്ങൾ ചിന്തിക്കണം. നമുക്ക് എല്ലാവർക്കും ഒത്തിരി പോസിറ്റീവായ കാര്യങ്ങൾ. അപ്പൊ എനിക്കുള്ള പോസിറ്റീവായ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. എനിക്കുള്ള പോസിറ്റീവ് എന്ന നല്ല ശബ്ദമുണ്ട്, എനിക്ക് പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്, ഞാൻ നല്ലോണം ഒരുങ്ങിയാണ് വരുന്നത്, എനിക്ക് നല്ല രീതിയിൽ പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. ഇങ്ങനെയുള്ള പോസിറ്റീവായ കാര്യങ്ങളായിരിക്കണം മനസ്സിൽ കൊണ്ടുവരേണ്ടത്. അപ്പൊ പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ പോസിറ്റീവായിട്ട് പറയാൻ കഴിയും. മറിച്ച് നെഗറ്റീവായ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളായിരിക്കാൻ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ
ചിന്തിക്കുകയും അതിൽ ഊറ്റംകൊള്ളുകയും ചെയ്തുകൊണ്ടായിരിക്കണം പ്രസംഗവേദിയെ സമീപിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കാര്യക്ഷമമായ രീതിയിൽ പ്രസംഗം അവതരിപ്പിക്കുന്നതിന് കഴിയും എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഈ ഇരുന്ന് പ്രസംഗിക്കുന്നതാണോ നിന്ന് പ്രസംഗിക്കുന്നതാണോ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് ഇരുന്ന് പ്രസംഗിക്കുന്നതായിരിക്കും കംഫർട്ടബിൾ. അപ്പം നമ്മൾ ചെറുപ്പക്കാരായ ആൾ നമ്മൾ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ അത് പന്തിയായിട്ട് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നിന്ന് പ്രസംഗിച്ച് ശീലിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നിൽക്കുമ്പോൾ പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തിന്റെ ഭാരം പ്രസംഗ പീഠത്തിലേക്ക് താങ്ങി വെക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ എവിടെയെങ്കിലും ചാരി നിന്ന് പ്രസംഗിക്കരുത്, അല്ലെങ്കിൽ കൈ മേശമേൽ ഊന്നി നിന്ന് പ്രസംഗിക്കരുത്. അങ്ങനെ ഒരു കാരണവശാലും നമ്മുടെ ജസ്റ്റേഴ്സ് നമുക്ക് ഓവർ സ്ട്രെസ് നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗത്തിന് കൊടുക്കുന്നതിന് കാരണമായിട്ട് മാറും. നേരെ നിന്നുകൊണ്ട് ഏതൊരു തടസ്സമില്ലാതെ ശിരസ് ഉയർത്തി നിവർന്നു നിന്ന് നേരായ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടായിരിക്കണം പ്രസംഗവേദിയിൽ നിൽക്കേണ്ടത്. അപ്പൊ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള വോയിസ് കൊണ്ടുവരുന്നതിനും നല്ല രീതിയിൽ പ്രസംഗം അവതരിപ്പിക്കുന്നതിനും സാധിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പൊസിഷൻ നേരാകുകയാണെങ്കിൽ നേരായ സംസാരം വരും, നേരായ രീതിയിൽ ഭയം കൂടാതെ സംസാരിക്കുന്നതിന് ശക്തി കിട്ടും. അതുകൊണ്ട് പൊസിഷൻ ഇതിവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതിന് വേണ്ടി നമുക്ക് വ്യക്തത ഉണ്ടാകണം, കൃത്യത ഉണ്ടാകണം, അതൊക്കെ നമ്മൾ അഭ്യസിച്ചെടുക്കേണ്ടതാണ്. എന്നിരുന്നാലും നമ്മൾ ആ നിൽക്കുന്ന പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിക്കുക. ഇനി സമയത്തെക്കുറിച്ച് ചില ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചില ആൾക്കാർ പറയുന്നത് ഈ ഉച്ചയ്ക്ക് മുൻപാണെങ്കിൽ പ്രസംഗിക്കുന്നതിന് അല്പം ബുദ്ധിമുട്ട് കൂടുതലായിരിക്കാം, വൈകുന്നേരങ്ങളിലാണെങ്കിൽ നല്ല രീതിയിൽ കൂടുതൽ മെച്ചമായിട്ട് പ്രസംഗിക്കാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ചിലയിടത്തൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൂടാതെ വേദിയിൽ ചില ആളുകൾ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേദിയിൽ സംസാരം ഉണ്ടായെന്ന് വിചാരിക്കും. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കാണും. അങ്ങനെ സംസാരിക്കുന്നത് നമ്മളെ അഫക്റ്റ് ആക്കരുത്. അങ്ങനെ അഫക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് തടസ്സം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആര് എന്ത് സംസാരിച്ചാലും അതൊരു വിഷയമായേ കരുതാതെ നമുക്ക് മുന്നിലുള്ളത് ആശയമാണ്. ചില ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേൾക്കുന്നവർക്ക് അത് പരിവർത്തനം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ അവതരിപ്പിക്കും. അല്ലാതെ ഒന്നിനോട് സംസാരിക്കുന്നു, അപ്പൊ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ടെൻഷനുള്ള വ്യക്തിയായിട്ട് മാറി എനിക്കൊന്നും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, എളുപ്പം നിർത്തേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ആദ്യകാലങ്ങളിൽ അങ്ങനെ പ്രശ്നമായിരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് കുട്ടിയെടുത്ത് പറയും. പക്ഷെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ ആൾക്കാരെ സംസാരിക്കുന്നത് കണ്ടാൽ പിന്നെ എനിക്ക് അല്പം അസ്വസ്ഥ ഉണ്ടാകും. പിന്നെ കാലക്രമേണ ഞാനത് പരിശ്രമത്തിലൂടെയാണ് അതിനെ അതിജീവിക്കുന്നതിന് കാരണമായിട്ട് മാറിയത്. അവർ പറഞ്ഞോട്ടെ, പള്ളിക്കാണ് തകത്താണെങ്കിൽ കുഴപ്പമില്ല. മിക്കവാറൊക്കെ പൊതുവേദികളിൽ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പരസ്പരം ആളുകളോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ എന്റെ കുറവാണോ, ഞാൻ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ അവ്യക്തതയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്ന് ഒരുപക്ഷെ ഭയത്തിലേക്ക് നയിക്കാറുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് മുൻകൂട്ടി കാണുക. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പറയേണ്ടത് പറയും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകണം. അപ്പൊ ആൾക്കാരെന്തോ പറഞ്ഞുകൊള്ളട്ടെ, അവരുടെ ശ്രദ്ധ എന്തോ ആയിക്കോട്ടെ, അവർ പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ അത് എനിക്കൊരു വിഷയമല്ല. എന്റെ ലക്ഷ്യം ഈ ആശയങ്ങൾ കേൾക്കാവുന്നിടത്തോളം കേൾപ്പിക്കുക എന്നുള്ളതാണ്. അതായിരിക്കണം എന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്താഗതിയായിട്ട് മാറേണ്ടത്. ഇനി ചില സമയങ്ങളിൽ നമ്മളെക്കാൾ വലിയ പണ്ഡിതന്മാരുടെ സദസ്സിലുണ്ടാകും. അപ്പൊ അങ്ങനെ പണ്ഡിതന്മാരുണ്ടാകുമ്പോഴാണ് ഭയം പിന്നെയും കൂടുന്നത്. അപ്പൊ എന്നെക്കാളും അറിവുള്ളവരുണ്ടല്ലോ, എന്നെക്കാളും വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടല്ലോ, എന്നെക്കാളും കൂടുതൽ ജ്ഞാനം ലോകപരിധിയുള്ള ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ചിന്ത നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകും. അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ശരി തന്നെ ആയിരിക്കാം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ നമുക്കറിയാവുന്നതായിരിക്കാം, ഒരു പക്ഷെ അവര് നല്ല പ്രാഗൽഭ്യമുള്ള ആളുകളായിരിക്കും. ഓക്കെ, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ പ്രസംഗിക്കുമ്പോൾ ഞാനാണ് മാസ്റ്റർ, ഞാനാണ് അവിടെ ഒന്നാമത്തെ ആൾ, കേൾക്കുന്നവൻ വെറും കേൾവിക്കാരൻ മാത്രമാണ്. ഇങ്ങനെ ഒരു ചിന്തയാൽ നമ്മൾ നിറഞ്ഞില്ലെങ്കിൽ അവിടെ ഭയം ഉണ്ടാകും. അപ്പൊ അഥവാ അങ്ങനെ ഭയം നമ്മൾ പ്രസംഗിക്കാതിരിക്കുകയാണ്. അപ്പം പ്രസംഗിക്കാതിരിക്കുമ്പോൾ എനിക്ക് വേറെ കുറെ പ്രഗത്ഭരായ പ്രസംഗകരുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഭയം ഉണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അവസരം കൊടുത്തിട്ട് പറയാം, ഞാൻ അവർ കഴിഞ്ഞിട്ട് പ്രസംഗിക്കാമെന്ന് എളിമയോടുകൂടി പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നിങ്ങൾ അങ്ങനെ അവസാനം വരെ കാത്തിരുന്നാൽ നിങ്ങൾ തഴയപ്പെടും, ഒരിക്കലും മുൻപന്തിയിൽ വരത്തില്ല. അപ്പൊ ആദ്യം 1-2 പ്രാവശ്യമൊക്കെ പറയുക, ഞാൻ അവസരം പ്രസംഗിച്ചോളാം, അങ്ങനെ പറഞ്ഞ് കഴിയുന്നത് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം അങ്ങനെ ഒഴിവാക്കുക. പക്ഷെ അടുത്ത വട്ടത്തിലെങ്കിലും മുൻപോട്ട് വരണം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പിൻപന്തിയിലായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പണ്ഡിതന്മാരുണ്ടാകാം, പ്രഗത്ഭന്മാരുണ്ടാകാം, ലോകപരിചയമുള്ള ആളുകളുണ്ടാകാം, പ്രായം കൂടുതലുള്ള ആൾക്കാരുണ്ടാകാം, അധികാരമുള്ളവരുണ്ടാകാം, ഒക്കെ ശരി. എന്നെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഞാനാണ് അവിടുത്തെ നമ്പർ 1 വ്യക്തി. ഈ ഒരു ചിന്ത നമ്മൾ ഉണ്ടാകണം. അപ്പൊ ഞാനാണ് നമ്പർ 1 എന്നുള്ള ചിന്തയിൽ നമ്മൾ കയറി പ്രസംഗിക്കണം. അപ്പൊ നമ്മൾ ഒരുക്കമുള്ളവരാണല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിയില്ല. ഞാൻ പറയേണ്ടത്
പറയുന്നു. കാരണം ഒരുങ്ങി വന്നിരിക്കുകയാണ്, എനിക്ക് ആശയത്തിൽ ചില വ്യക്തതയുണ്ട്, ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ള വ്യക്തത എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമാണ്. ഞാനത് മുടക്കമല്ല തപ്പില്ലാതെ പറയാൻ ബാധ്യസ്ഥനായിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്നേക്കാൾ പാണ്ഡിത്യമുള്ളവരുണ്ട് എന്നുള്ള രീതിയിൽ അതിനെ കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. ഇനി മനസ്സ് തുറന്നു പറയാൻ കഴിയാത്ത സമയത്ത് ഭയമുണ്ടാകും. ഒരു ഫ്രീ ആയിട്ട് മനസ്സ് തുറക്കാൻ കഴിയണം. പ്രസംഗത്തിൽ പോയെന്നും മനസ്സ് തുറക്കാൻ കഴിയണം. മനസ്സ് തുറന്ന് പറയാൻ കഴിയണമെങ്കിൽ ഓഡിയൻസ് എല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണെന്നൊരു ചിന്ത വേണം. ഒരു ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ ഓഡിയൻസിനെ കുറിച്ചുള്ള ഒരു ഫ്രീ മനോഭാവം എനിക്ക് ഉണ്ടാകണം. മനസ്സ് തുറന്നില്ലെങ്കിൽ നമ്മൾ ചിലതൊക്കെ മൂടി വെച്ച് അത് ഗോപ്യമായ രീതിയിലൊക്കെ പറയുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത് അത് മനസ്സ് തുറന്ന് ഫ്രീ ആയിട്ട് പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയും നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ ബന്ധപ്പെടുത്തിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ പറയുക. വലിയ പ്രസംഗങ്ങളിലാണ്, ചെറിയ പ്രസംഗങ്ങളിൽ വന്ന് നമ്മുടെ അനുഭവങ്ങൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പറയാനുള്ള ആശയം പറഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് സാഹചര്യങ്ങൾ നോക്കുക. പക്ഷെ മനസ്സ് തുറന്ന് പറയാൻ നമ്മൾ പഠിക്കണം. ഹൃദയപൂർവ്വം പറഞ്ഞു പഠിക്കണം. കാപട്യം ഒഴിവാക്കിയിട്ട് മനസ്സ് തുറഞ്ഞ് നിഷ്കളങ്കമായിട്ട് പ്രസംഗിച്ചാൽ ആളുകൾ കേട്ടിരിക്കും. അങ്ങനെയുള്ള പ്രസംഗത്തിന് ഒത്തിരിയധികം സ്വീകാര്യത ഉണ്ടാകും. അപ്പൊ കാപട്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ അതിനോട് വളരെ നിസ്സംഗത പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കാണുന്നത്. അതുപോലെ തന്നെ ഈ പലപ്പോഴും നമ്മൾ പറയുന്ന അത് നബിൻദാസ് പറയാം. പിന്നെ മറ്റൊരു പ്രശ്നം നമുക്ക് ഭയം ഉണ്ടാകുന്നത് ലൈറ്റുകള്, വീഡിയോ, അതുപോലെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഒത്തിരിയധികം ലൈറ്റ് എൻ്റെ മുഖത്തടിക്കുകയാണെങ്കിൽ അത് ഒരുതരം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ഭയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിന് കാരണമായിട്ട് ശരിയായിട്ടുള്ള വാക്ക് വന്നില്ല എന്ന് വരും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈറ്റുകളൊന്നും ഓഫ് ചെയ്യാൻ പറയുന്നത് തിരക്കേടില്ല. അതല്ലെങ്കിൽ വീഡിയോ ക്യാമറകളൊക്കെ വന്ന് നിർത്തുമ്പോൾ അതിലുള്ള വെട്ടം എൻ്റെ മുഖത്തേക്ക് വരികയും അത് തന്നെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന സാധ്യതയുണ്ട്. അത് അപ്പോഴും എനിക്ക് നല്ല വാക്കുകൾ കിട്ടാതിരിക്കാൻ തടസ്സമുണ്ടാകാൻ ഒക്കെ കാരണമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ലൈറ്റിനെ കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതികമായ പ്രശ്നമാണ് മൈക്കിന്റെ പ്രശ്നം. അപ്പൊ മൈക്കിന് നമ്മൾ നിന്ന് ശരിയായ രീതിയിൽ അകൽച്ച പാലിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും വ്യക്തത നഷ്ടപ്പെടുകയും ഭയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ പലപ്പോഴും ഈ സംഭവിക്കുന്നത് ഓഡിയൻസിന് ചിലപ്പോൾ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ സ്റ്റേജിലിരിക്കുന്നവർക്ക് അതിന്റെ ഫീഡ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ പറയും നല്ലൊരു ഫീഡ് ഉണ്ടായിരിക്കണം. അപ്പൊ ഫീഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ ഫീഡില്ലാതെ വരുമ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. അപ്പൊ ഓഡിയൻസിലേക്ക് അത് ശരിയാവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ അറിയില്ല. അത് നമ്മൾ ആശങ്ക ഉണ്ടാക്കുന്നതിന് കാരണമായിട്ട്. അതുകൊണ്ട് നമ്മൾക്ക് പറ്റുന്ന വേദികളാണെങ്കിൽ ഫീഡൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടി പറയുന്നത് തിരക്കേടില്ല. മറ്റൊരു കാര്യമാണ് ഈ അമിതമായ ഉഷ്ണം. ചില സ്ഥലങ്ങളിൽ വ്യക്തമായ ഫാൻ സൗകര്യം ഉണ്ടായില്ല എന്ന് വരും, കാറ്റ് കയറി വരുന്നില്ല എന്നിരിക്കും, ഭയങ്കര ചൂടായിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ ഈ ചൂട് കൊണ്ട് ഉരുകുമ്പോൾ നമുക്ക് വാക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം, ശരിയായ രീതിയിൽ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ഒരു നല്ല തുറവിയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി സംഘാടകരോട് പറയണം. അത് ഒരുപക്ഷെ നമ്മുടെ ഫാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കിക്കുക, അല്ലെങ്കിൽ ഫാൻ എൻ്റെ നേരെ ഒന്ന് ആക്കി വെക്കാൻ വേണ്ടി പറയുക. നമുക്ക് ശരീരത്തിന്റെ അമിതമായ ഉഷ്ണം പലപ്പോഴും അസ്വസ്ഥതയിലേക്ക് നയിക്കുകയും അത് പിന്നെ വാക്ക് തടസ്സത്തിലേക്കൊക്കെ കാരണമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ ബാഹ്യമായ സാഹചര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള സാഹചര്യത്തെ ബാധിക്കുന്ന ഈ ബാഹ്യമായ ഘടകങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം കൂടെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള പ്രസംഗത്തിന്റെ അവതരണം നടത്താൻ കഴിയുള്ളൂ. ഇനി ഈ പ്രസംഗത്തില് ഭയം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണ്. എന്തുകൊണ്ടാണ് ഭയം നല്ലതെന്ന് ഞാൻ പറയാൻ കാരണം, ഭയം ഉണ്ടാകുമ്പോഴാണ് മെച്ചപ്പെടാനുള്ള ഒരു വെല്ലുവിളി നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. മറിച്ച് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ്, എനിക്ക് ഭയമൊന്നുമില്ല, ഒരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്താണ്? ഞാനൊരു ഓവർ കോൺഫിഡൻസോടെ പോവുകയും അത് പാളിച്ചയായിട്ട് മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ചെറിയ ഭയം എപ്പോഴും ഉണ്ടായിരിക്കുക, അത് കൂടുതൽ മെച്ചപ്പെടുത്തും എന്നതൊരു ചിന്ത ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊരു വേദിയിലായിരുന്നാലും അല്പം ഭയം ഉണ്ടെങ്കിൽ ഞാൻ അല്പം കൂടെ ഒന്ന് ശ്രദ്ധിക്കാനും ആ ആശയങ്ങളെ ഒന്നുകൂടെ ഹൃദിസ്ഥമാക്കാനും പറയുന്നതിന് ആധികാരികത കൽപ്പിക്കാനൊക്കെ എനിക്ക് ഒരു പ്രവണത ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ തരത്തിലുള്ള ഭയം എപ്പോഴും ഉണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമാണെന്ന് സാധാരണമാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. അപ്പൊ അത് മികവ് കൂട്ടുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണെന്ന് കൂടെ കണ്ടറിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പേടി കൂടാതെ പറയുവാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി കഴിയുന്നതും ഭയം പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ലക്ഷ്യം.
നമുക്ക് എനിക്ക് പേടിയാണ്, ഞാൻ അത് പറയുമ്പോൾ എനിക്കൊന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞ് തുടങ്ങരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ശ്രദ്ധിക്കുക. ഒരിക്കലും ഭയം പ്രകടമാക്കാതെ എനിക്ക് കഴിയും, ഞാൻ വന്നിരിക്കുന്നത് ഒരുക്കത്തോടുകൂടിയാണ്, എനിക്ക് പറയാൻ ആശയങ്ങളുണ്ട്, ഈ ഒരു മനോഭാവത്തോടു കൂടി മാത്രം പ്രസംഗവേദിയെ സമീപിക്കുക. ഇതുകൂടാതെ അവസരങ്ങളിൽ വരുമ്പോൾ പിന്നെ മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഉമിനീരിന്റെ അമിതമായ ഉൽപ്പന്നം ഉണ്ടാകാം. നമ്മൾ സാധാരണ ഭയമുണ്ടാകുമ്പോൾ ഉമിനീര് കൂടുതലായിട്ട് ഉണ്ടാകുകയും ഉമിനീര് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വാക്ക് തടസ്സം ഉണ്ടാകുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യും. അത് ചിലപ്പം ഈ തൊണ്ട വരളുന്നതിനും കാരണമാണ്. രണ്ട് എക്സ്ട്രീംസ് ആണ്. തൊണ്ട വരണ്ടു പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ശരിയായ രീതിയിൽ വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാതെ തൊണ്ടയിൽ ഇടർച്ച ഉണ്ടാകുകയും നമ്മൾ പറയുന്നതിൽ വ്യക്തത നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ മിക്കവാറൊക്കെ പ്രസംഗവേദികളിൽ വെള്ളം ഉണ്ടാകും. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ അല്പം വെള്ളം കുടിക്കുന്നത് കുഴപ്പമില്ല, നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വാക്ക് അങ്ങനെ വരണ്ട ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ തുടർന്ന് പ്രസംഗിക്കുമ്പോൾ വീണ്ടും തടസ്സം ഉണ്ടാകാം. അതൊരു പക്ഷേ ഉച്ചത്തിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അസ്വസ്ഥത വളരെ ശക്തമായിട്ട് മാറുകയും ചുമയിലൊക്കെ എത്തിക്കുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക്, ഈ വരൾച്ചയുടെ അസുഖം ഉണ്ട് എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ. അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാവിന്റെ അറ്റത്തൊന്ന് കടിച്ചു പിടിച്ചാൽ ഉമിനീര് സ്വാഭാവികമായിട്ട് ഉത്പാദിക്കപ്പെടുകയും നമുക്ക് അത് വരൾച്ച മാറുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പരിശ്രമിക്കാവുന്നതാണ്. നമ്മുടെ നാവിലെ ഏതെങ്കിലും ഭാഗത്ത് പല്ലൊന്ന് കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഉമിനീര് ഉത്പാദനം നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് തൊണ്ട വരളുന്ന അവസ്ഥയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യും. അതൊരു ടിപ്പാണ്. അതുകൂടാതെ ഉമിനീര് ശക്തമായ രീതിയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ അല്പം വാ തുറന്നു പറയുകയും ശ്വാസം വായിലൂടെ എടുത്ത് മൂക്കിലൂടെ പുറത്തു വിടുകയും ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉമിനീരിന്റെ ആധിക്യം കുറയ്ക്കുന്നതിന് കാരണമായിട്ട് മാറും. അപ്പം ഉമിനീര് ഇല്ലാത്ത അവസ്ഥയാണ്, തൊണ്ട വരളുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ നാവിലൊന്ന് കടിക്കുക, വെള്ളം കുടിക്കുക. മറിച്ച് ഉമിനീര് അമിതമായിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ട് നമുക്ക് വായിൽ നിറയെ ഒരു തരം അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ ശ്വാസം വായിലൂടെ എടുത്ത് ആ ശ്വാസത്തെ മൂക്കിലൂടെ വിടാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഉമിനീരിന്റെ അമിതമായ ഉൽപ്പന്നം കുറയുന്നതിന് കാരണമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ തൊണ്ട വരൾച്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും എന്നത് മനസ്സിലാക്കുക. ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികം അംഗചലനങ്ങൾ വഴി ഊർജ്ജത്തെ, ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഭയം ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അമിതമായ ഊർജ്ജ ഉൽപ്പന്നം നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ശരീരത്തിൽ. അപ്പൊ ഈ ഊർജ്ജ ഉൽപ്പന്നം കൂടുതൽ നടക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി ഒരുപക്ഷെ നമുക്ക് അല്പം നടക്കാൻ പറ്റുകയാണെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ കോണിപ്പടി കയറി ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ടെൻഷൻ അതിജീവിക്കുന്നതിന് കാരണമായിട്ട് മാറും. കാരണം അമിതമായിട്ട് നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഊർജ്ജം ഈ രീതിയിൽ റിലീസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ബാലൻസ്ഡ് ആയിട്ട് മാറും. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് ഭയത്തെ അതിജീവിച്ച് നമുക്ക് പ്രസംഗിക്കുന്നതിന് കഴിയും. അപ്പൊ അങ്ങനെയുള്ള അംഗവൈകല്യം, അംഗചലനങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ കരങ്ങളൊക്കെ ഒന്ന് എടുത്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചലിപ്പിച്ച് എല്ലാവരെയൊക്കെ നോക്കി അങ്ങനെ ഒരു ശാരീരികമായ ഒരു ചലനം നമുക്ക് ക്രമപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ ക്രമപ്പെടുത്തുന്ന ചലനാത്മകമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ശരീരത്തിന്റെ അമിതമായ ഊർജ്ജത്തെ റിലീസ് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറും. അതുവഴി നമുക്കൊരു നോർമൽ ശാരീരികമായ അവസ്ഥ നിലനിർത്തി പ്രസംഗിക്കുന്നതിന് കഴിയുന്നതിന് കാരണമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന തകഴിയാണ് തോന്നുന്നു കാത്തുവിനുമായിട്ട് ജീവിക്കുന്ന അവസരത്തിൽ ഒത്തിരിയധികം സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അപ്പൊ അവരോട് ചോദിക്കുകയുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വർഷം സന്തോഷത്തോടെ വിവാഹ ജീവിതം നടത്തിക്കൊണ്ടുപോയത്? അപ്പൊ ആ തകഴി പറഞ്ഞതായിട്ട് പറയുന്നതാണ്, ഞാൻ കല്യാണത്തിന് താലി കെട്ടിയപ്പോൾ എൻ്റെ കൈ വിറച്ചു, ആ വിറയലാണ് എനിക്ക് വീട്ടിൽ പിന്നെ കോൺഫിഡൻസ് നൽകിയെന്നാണ്. അപ്പം നമുക്ക് വിറയൽ ഉണ്ടാകുന്നത് കോൺഫിഡൻസിലേക്ക് നയിക്കുന്നുള്ളതാണ്. അത് ഇങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിറയലും ഭയവും ഒക്കെ ഉണ്ടാകുന്നത് അതിന്റെ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ ഒരു പ്രസംഗം എന്ന് പറയുന്നത് 1% മാത്രമാണ് പ്രതിഭ, 99% അഭ്യാസം എന്നാണ് പ്രശസ്ത ചിന്തകനോ അല്ലെങ്കിൽ ഒരു പ്രശസ്തനായ വ്യക്തി അറിയാമല്ലോ, ഈ തോമസ് ആൽവ എഡിസൺ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പ്രസംഗത്തിന് 1% മാത്രമേ ജന്മവാസനയുള്ളൂ, ബാക്കി 99% അഭ്യാസം കൊണ്ട് നേടുന്നതാണ്. അല്ലാതെ ഓരോരുത്തരും ജനിച്ചു വീഴുമ്പോഴെങ്ങനെ പ്രസംഗരായിട്ട് ജനിക്കുന്നതല്ല. 1% മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രസംഗ ശൈലി നമ്മൾ ഇൻബിൽറ്റ് ആയിട്ടുള്ളൂ. ബാക്കി 99% നമ്മൾ അഭ്യാസത്തോടെ നേടിയെടുക്കുന്നതാണ്. അപ്പൊ അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ഒരു പ്രസംഗകനായിട്ട് മാറുന്നത് അഭ്യാസത്തിലൂടെ ആണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഗഹനമായ ഒരു ചിന്താഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഒരിക്കല് മൈക്കലാഞ്ചലോ തന്റെ പ്രതിമ നിർമ്മിച്ചതിന് ശേഷം അതിന്റെ കൊത്തുപണികൾ, നിസ്സാരമായ കൊത്തുപണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇങ്ങനെ വെറുതെ തൊട്ടും തടവിയൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പം കണ്ടുകൊണ്ട് നിന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ നിസാരമായ കാര്യങ്ങളൊക്കെ, അത് തന്റെ നിങ്ങളുടെ അസിസ്റ്റന്റിനെ കൊണ്ട് ചെയ്യിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴും മൈക്കലാഞ്ചലോ പറഞ്ഞു, നിസ്സാരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പരിപൂർണതയിലേക്ക് നയിക്കുകയില്ല. നിസ്സാരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ പരിപൂർണതയിലേക്ക് എത്തപ്പെടുകയുള്ളൂ. പരിപൂർണത എന്ന് പറയുന്ന നിസ്സാരമായ ഒരു കാര്യമല്ലല്ലോ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പരിപൂർണതരാകാൻ വേണ്ടിയാണ്. അപ്പൊ പരിപൂർണത എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല, ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷേ നിസ്സാരമായ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ടും കൃത്യതയോടും കൂടി ചെയ്യുമ്പോഴാണ് പരിപൂർണതയിലേക്ക് എത്തുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ ഭയമില്ലാത്തൊരവസ്ഥ നമ്മൾ സംജാതമാകുന്നത് നിസ്സാരമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നിസ്സാരമായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അത് ശരിയാവുമെന്ന് വിചാരിച്ചുകൊണ്ട് പോകരുത്. നമ്മൾ ഓരോ കാര്യങ്ങളും നിസ്സാരമായ കാര്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രസംഗവേദിയിലേക്ക് നമ്മൾ കടന്നു വരണം എന്നുള്ളതാണ്. ഇനി പ്രസംഗിക്കാൻ പോകുന്ന വേദിയിൽ ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വെള്ളം സംസാരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുകയും പ്രസംഗത്തിൽ വിജയം വരാതിരിക്കുകയും ചെയ്തൊരു കാരണമുണ്ട്. അപ്പൊ അവിടെ കയറി ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും, പിന്നെ അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ അധികം സംസാരിച്ച് വാചാകലനാകാതിരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയമൊക്കെ ഏകാഗ്രമായിട്ട് ആശയത്തിലേക്ക് വരണമെങ്കിൽ ആ ഏകാഗ്രത നമ്മുടെ ശരീരത്തിന് കൊടുക്കണം. അതുകൊണ്ട് സംസാരിച്ച് ഒച്ച വെച്ച് പല കാര്യങ്ങൾ വ്യാപരിച്ച് ഇങ്ങനെ കയറി വന്ന് പ്രസംഗിക്കും. അങ്ങനെ ഈ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രസംഗം നമുക്ക് അറിയാം എന്തുമാത്രം ഫലമുള്ളതായിട്ട് മാറുന്നു. അതുകൊണ്ട് പലപ്പോഴും ഫലം ഉണ്ടാകുന്നില്ല. അവരിങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞൊക്കെ പോകും, പരത്തി പറഞ്ഞൊക്കെ പോകും. അങ്ങനെയുള്ള പരത്തിപ്പറച്ചിലുകളൊക്കെ ഒരിക്കലും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഏകാഗ്രമായ രീതിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഈ പലതരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി പ്രസംഗവേദിയിൽ എത്തുന്നതായിരിക്കും നല്ലത്. വേറൊരു കാര്യം ഇതായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ വേഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ധരിക്കുന്ന വേഷം. ഇപ്പൊ നമ്മൾ ഒരു ടിപ്പ് ടോപ്പായി ഒരു ആകർഷകമായ രീതിയിൽ വേഷമൊക്കെ ധരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ഇപ്പം അല്ലാതെ ഒരു സാധാരണക്കാരനെ പോലെ ഉള്ള സാധാരണക്കാരാണെങ്കിൽ തന്നെ ഈ പ്രസംഗം എന്ന് പറയുന്നത് ഒരു അസാധാരണമായ സംഭവമാണല്ലോ, എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ആ വേദിയിലേക്ക് വരുമ്പോൾ ശരിയായ വസ്ത്രധാരണവും നല്ല രീതിയിലുള്ള ഒരു ചിട്ടയായ രീതിയിലുള്ള വേഷം, ആകർഷകമായ വേഷം അതുണ്ടാകണം. അതുപോലെ തന്നെ ലൂസായ വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് ചിലപ്പം അയഞ്ഞു വീഴുന്നതിന് കാരണമായിട്ട് കഴിഞ്ഞാൽ അത് അസ്വസ്ഥമാകുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് വസ്ത്രധാരണ വളരെ പ്രധാനമായിരിക്കണം. ശരിയായ കെട്ടുറപ്പുള്ള ഉറപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഓഡിയൻസിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആകർഷകമായ ശാരീരികമായ അവതരണം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലുള്ള വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമായ വേഷവിധാനങ്ങൾ അനിവാര്യമാണ്. അപ്പൊ ആ വേഷവിധാനങ്ങളെ ആശ്രയിച്ചു കൂടിയാണ് നമ്മുടെ പ്രസംഗത്തിൽ സ്വീകാര്യത ഉണ്ടാകുന്നത്. ആ സ്വീകാര്യത ഉണ്ടാകുമ്പോൾ ക്രമേണ നമ്മുടെ ഭയമില്ലാതെ ആകുന്നതിന് കാരണമായിട്ട് മാറും. ഈ പ്രസംഗത്തിലൂടെ എല്ലാവർക്കും ഈ പ്രശ്നം കൊണ്ടാണ് ഞാൻ പറയുകയുണ്ടായി. എല്ലാവരും ഞാൻ ചില ആളുകളെയൊക്കെ നോക്കി, പ്രസംഗത്തിൽ പ്രശസ്തരായ ആളുകളെയൊക്കെ നോക്കിയപ്പോൾ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേസ് വാദിക്കാണ്ടിട്ടപ്പോൾ അയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിരുന്നെന്നാണ് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ആദ്യം പ്രസംഗിക്കാൻ പുള്ളിക്ക് വാക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ അത് പിന്നെ നിരന്തരമുള്ള അഭ്യാസത്തിലൂടെ നേടിയെടുത്തതാണ്. ചർച്ചിലിന്റെ കാര്യം ഞാൻ ഒരിക്കലും സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായി വളരെ പ്രശസ്തമായ പ്രസംഗത്തിലൂടെ യുദ്ധത്തിന് തന്നെ ഗതിമാറ്റം ഉണ്ടാക്കുന്നതിന് കാരണമായ ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു തരത്തിലുള്ള വിക്ക് അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നു. നല്ല രീതിയിലുള്ള വിക്കല്ല, ഒരു ചെറിയ സംസാരിക്കുമ്പോൾ ചില ഇപ്പോഴും വാക്കുകൾ വിട്ടുപോകുന്ന ഒരു തരം വിക്ക്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അദ്ദേഹവും അതിനെ അതിജീവിച്ചത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ മഹാന്മാരൊക്കെ വീണ്ടും ഒരുപാട് പേരുടെ കഥകൾ ഞാൻ വായിക്കുകയുണ്ടായി. പലരും അവരുടെ ജീവിതത്തിൽ തുടക്കത്തിൽ ഒട്ടും മെച്ചപ്പെട്ട പ്രസംഗകരല്ലായിരുന്നു. അവരെല്ലാവരും അവരുടേതായ അബ്രഹാം ലിങ്കനെ കുറിച്ച് വായിച്ചു. അബ്രഹാം ലിങ്കനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രസംഗത്തിന് പ്രേക്ഷകരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാകുമായിരുന്നു. അസ്വസ്ഥത ഉണ്ടാകൊണ്ട് അദ്ദേഹത്തിന് ആദ്യകാലങ്ങളിൽ പ്രസംഗം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റാതെ വരുമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം നിരന്തരമുള്ള അഭ്യാസത്തിലൂടെ നേടിയെടുത്തതാണ്. പിന്നെ ഈ മറ്റ് ചില ആളുകൾ, തോമസ് ജേഴ്സൺ എന്ന് പറയുന്ന പ്രശസ്തനായ അമേരിക്കയിലെ പ്രൊഫഷണൽ സ്ഥാപകരിൽ ഒരാളായ അയാള് പൊതുവേദിയിൽ വരുവാൻ വേണ്ടി ഭയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ ആ ഭയത്തെ അതിജീവിക്കാൻ അദ്ദേഹം നിരന്തരം അഭ്യാസത്തിലൂടെ അതിനെ അതിജീവിച്ചെടുത്ത ആളാണ്. പിന്നെ ചില സിനിമാ നടികളുടെ പേര് ജൂലിയ
റോബർട്ട്സ് എന്ന് പറയുന്ന പ്രശസ്തയായ സിനിമാ നടി. അവർക്ക് സിനിമാ നടിയായിട്ട് പോലും പ്രസംഗിക്കാൻ പറ്റുന്നില്ല. പിന്നീട് അഭ്യാസത്തിലൂടെയാണ് പ്രശസ്തയായ ഒരു പ്രസംഗകരായിട്ട് മാറിയത്. ഈ വാരൻ ബഫറ്റ് എന്ന് പറയുന്ന വലിയൊരു നിരൂപകർ വ്യവസായിക ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാള് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ശബ്ദത്തിൽ വരുമായിരുന്നു. അങ്ങനെ ഛർദ്ദിച്ച് അദ്ദേഹം കുടഞ്ഞ് പിന്നെ പോയിരിക്കും. അത് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്താണ് അദ്ദേഹം അതിനെ അതിജീവിച്ചതെന്ന് പറയുന്നത്. ഇങ്ങനെ ലോകത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ എത്രയോ പേരാണ് ഭയത്തെ അതിജീവിച്ച് നല്ല പ്രസംഗശൈലിയിലേക്ക് കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഞാൻ കൺക്ലൂഡ് ഒരു 10 പോയിന്റ് ഞാൻ ഓടിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇത് ആണ് നിങ്ങൾ ഭയം ഒഴിവാക്കാൻ വേണ്ടി പറയാനുള്ള 10 പോയിന്റ്സ്. ഇതൊക്കെയാണ് 10 പോയിന്റ്സ് ഞാൻ ഓടിച്ചു പറയാം. ഒന്നാമത് ബിക്കം അവെയർ. നമ്മുടെ ബലഹീനതയെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും അവെയർ ആകും, ഒന്നാമത്തത്. രണ്ടാമത്തത് ഒരുക്കത്തോടു കൂടി പോകും. അപ്പം എൻ്റെ ഭയത്തെക്കുറിച്ച് ഞാൻ അവെയർ ആകുക. എനിക്ക് ഭയമുണ്ട്, ആ ഭയത്തെ ഞാൻ അതിജീവിക്കുവാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അവെയർ ആകുന്നു. രണ്ടാമത് അതിനെ ശ്രദ്ധയോടുകൂടി ഒരുങ്ങുക, പ്രിപ്പയർ പ്രോപ്പർലി. മൂന്നാമത്തത് ബ്രീത്ത് പ്രോപ്പർലി. 4 നമ്മൾ മൂക്കിലൂടെ ശ്വാസമെടുത്ത് 2 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് ശ്വാസമെടുത്ത് 2 മിനിറ്റ് ശ്വാസം പിടിച്ചു നിർത്തിയിട്ട് അടുത്ത 4 മിനിറ്റിലൂടെ ശ്വാസം വായിലൂടെ പുറത്തു വിടുന്ന ആ ഒരു ശ്വസന പ്രക്രിയ നേരെയാക്കുക. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എപ്പോഴും ക്രമേണ ആദ്യം ചെറിയ സദസ്സിനെ അഭിമുഖീകരിക്കുക, ക്രമേണ വലിയ സദസ്സിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുക. അഞ്ചാമത്തത് ഞാൻ പ്രധാനപ്പെട്ട വ്യക്തിയല്ല, എൻ്റെ സന്ദേശമാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള ചിന്താഗതി മനസ്സിൽ കോരിയിടുക. ആറാമത് ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് പ്രസംഗം കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി എപ്പോഴും പ്രസംഗവേദിയെ സമീപിക്കുക. ഏഴാമത് പ്രേക്ഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ട് പറഞ്ഞു പഠിക്കുക. ഒരു സ്വാഭാവികത പ്രസംഗത്തിന് കൊടുക്കുക. ബി നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ ആകാതെ സ്വാഭാവികതയുള്ളവരാകുക. അത് കഴിഞ്ഞിട്ട് എട്ടാമതായിട്ട് ബി ഇംപെർഫെക്റ്റ്. അപ്പൊ ഒരു പരിപൂർണത എന്ന് പറയുന്നത് അപൂർണതയാണ്. ഞാൻ ഇംപെർഫെക്റ്റ് ആയ വ്യക്തിയാണ്, ഞാൻ ബലഹീനതകൾ ഉള്ള വ്യക്തി ആയതുകൊണ്ട് തെറ്റുകൾ എനിക്കുണ്ടാകുമെന്ന് ചിന്തിക്കുക, അത് സ്ഥിരീകരിക്കുക. പൊസിഷൻ നേരെയാകുക, പ്രസംഗിക്കുന്ന പൊസിഷൻ എപ്പോഴും നേരെയാകുക, പ്രാക്ടീസ് ചെയ്യുക റെഗുലറായിട്ട്. ഈ 10 കാര്യങ്ങളുമാണ് ഭയത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ടിപ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടെ ആവർത്തിച്ച് പറയാണ്, അവെയർ ആകുക, പ്രിപ്പറേഷൻ നല്ലോണം നടത്തുക, ശ്വസന പ്രക്രിയ നേരെയാക്കുക, ചെറിയ സദസ്സിനെ അഭിമുഖീകരിച്ച് പഠിക്കുക, മെസ്സേജാണ് പ്രധാനപ്പെട്ടതെന്നുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരിക, ആത്മവിശ്വാസം വളർത്തിയെടുത്തുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു പഠിക്കുക, സ്വാഭാവികത പ്രസംഗത്തിലുടനീളം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക, ഞാൻ തെറ്റുകളും കുറ്റങ്ങളും ഉള്ള വ്യക്തിയാണെന്ന് സ്വയം അംഗീകരിക്കുക, ശരിയായ പൊസിഷൻ കീപ്പപ്പ് ചെയ്യുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. ഈ 10 ടിപ്പും നമ്മൾ ഒന്ന് ശരിയായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രസംഗകരായിട്ട് മാറുവാൻ ഉതകുന്ന രീതിയിൽ സഭാകമ്പത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ സഭാകമ്പം അകന്ന് നല്ല പ്രസംഗരാകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സോറി, ഇപ്പൊ സമയം കൊടുത്തു. വളരെയധികം നന്ദി. അച്ഛൻ്റെ ഈ സഭാകമ്പത്തെ കുറിച്ചുള്ള ക്ലാസ് വളരെ പ്രയോജനപ്രദമായിരുന്നു. എന്തുകൊണ്ട് സഭാകമ്പം ഉണ്ടാകുന്നു, അതിനെ എങ്ങനെ നമുക്ക് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതിനെ കുറിച്ച് അച്ഛൻ നന്നായിട്ട് ക്ലാസ് എടുത്തു. വളരെയധികം നന്ദി. ആർക്കെങ്കിലും അച്ഛനോട് എന്തെങ്കിലും പ്രധാനമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അതിനുവേണ്ടി അനുവദിക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. അസൈൻമെന്റ് എന്ന് പറഞ്ഞേക്കാവരുത്. ഇത് നമ്മള് സ്വാഭാവികമായിട്ടും അസൈൻമെന്റ് കഴിഞ്ഞ പ്രാവശ്യം BCC കുറിച്ച് പലർക്കും അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്ന രീതിയിൽ ലളിതമായ വിഷയത്തേക്കാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ ഞാനത് ചിന്തിച്ചപ്പോൾ എല്ലാവർക്കും അപ്പൊ ഇന്ന് ഞാൻ 1-2 വീഡിയോ കേട്ട് നമ്മളെ ഇടവയെ കുറിച്ചൊക്കെ പറഞ്ഞത്, അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ ആരംഭക്കാരെന്ന രീതിയിൽ ഇനിയും പ്രസംഗിച്ച് തുടങ്ങാനുള്ളവർക്ക് എൻ്റെ വീട് എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് പറയുക. എൻ്റെ വീട് എന്താണ്, ഞാൻ വീട്ടിൽ ആരൊക്കെയുണ്ട്, എൻ്റെ വീട് എന്ത് വസ്തുണ്ട്, അങ്ങനെ എൻ്റെ വീടിനെ ഒന്ന് പരിചയപ്പെടുത്തുക. അത് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള പ്രസംഗം. അതല്ലാതെ അഡ്വാൻസ് ചെയ്ത് ഞാൻ പ്രസംഗത്തിൽ മെച്ചപ്പെട്ടു എന്നുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ ആനിമേറ്റുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളുടേതായ വിഷയങ്ങൾ തിരഞ്ഞെടുത്തുള്ളൂ. ഇനി സ്വാഭാവികമായിട്ടും സ്പൂൺ ഫീഡിങ് എന്നുള്ളത് മാറിയിട്ട് സ്വയമായിട്ട് നമ്മൾ വളരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രൂപ്പുകൾ സജ്ജാതമാകണം. നമ്മളിപ്പോൾ 5 സെഷൻ കഴിഞ്ഞു, നമ്മൾ 6ാമത്തേലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ക്രമേണ ഉയർന്നു വരികയാണ്. എന്നിരുന്നാലും ചില ആളുകൾ ഇപ്പോഴും ഒരു ആരംഭ സ്റ്റേജിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആരംഭ സ്റ്റേജിലുള്ള ഒരു വിഷയം ഞാൻ വീണ്ടും തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വിഷയം
അല്ലാത്തവര് നിങ്ങളെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിഷയം എടുക്കുക. ഏതായാലും എന്റെ വീടിനെ കുറിച്ചൊരു നല്ല രീതിയിൽ കൂടുതൽ കഴിവുള്ളവർ നല്ല രീതിയിൽ കാര്യക്ഷമമായ ഒരു വിഷയം ആ പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക. വീടിനെ കുറിച്ച് പലതിനും പറയാമല്ലോ, എന്നിരുന്നാലും നല്ല രീതിയിൽ എന്റെ വീടിനെ നല്ല രീതിയിൽ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും എന്ന രീതിയിൽ അത് അവതരിപ്പിക്കുക. അല്ലാത്തവർക്ക് അവരുടേതായ ഗ്രൂപ്പുകളിൽ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നല്ല വിഷയങ്ങൾ എടുക്കുക, മെച്ചപ്പെട്ട വിഷയങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് പ്രായോഗികമായ ഉപകാരപ്രദമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ ഒരുക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ഭാവിയിൽ പല അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് വിഷയങ്ങൾ എഴുതുന്നത് സൂക്ഷിച്ചു വെക്കുക, എഴുതുക, എഴുതി പഠിച്ചു വളരുക. താങ്ക് യു. ഇനി ആർക്കെങ്കിലും? അച്ഛാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഹൈദരാബാദാണ്. അപ്പം കേരളത്തിലോട്ട് ഞാൻ 2 ദിവസത്തിന് മുമ്പ് വന്നു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചും ഹൈദരാബാദിലോട്ട് പോരേണ്ടി വന്നു. അപ്പം എൻ്റെ ഇടവക ട്രിവാൻഡ്രം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ വലിയ ഇടവകയാണ്. ഞാൻ കൊല്ലത്താണ് ജനിച്ചു വളർന്നത്. ട്രിവാൻഡ്രത്ത് 22 വർഷമായി. അപ്പം പെട്ടെന്ന് എനിക്ക് ഇടവകയെ കുറിച്ച് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ എനിക്ക് ഡേറ്റ് കിട്ടിയില്ല. എനിക്കതുകൊണ്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമോ? ഇടവകയെ കുറിച്ചും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇടാത്തവർക്ക് അത് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്ന അത്ര എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴും ആൾക്കാർ പൂർത്തീകരണത്തിന് വരുമോ? അപ്പൊ നിങ്ങൾ ഇട്ടില്ലെങ്കിൽ ഇനി ഇടുക, സമയമുണ്ട്, കുഴപ്പമില്ല. ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇത്രയും വേഗം ചെയ്യാൻ വേണ്ടി പക്ഷെ കേട്ടോ. മെനി താങ്ക്സ്. യാത്രയിലായതുകൊണ്ടാണ് എനിക്ക് പറ്റാഞ്ഞത്. പിന്നെ വലിയ ഇടവകയാണ്. ഞാൻ എനിക്ക് പറയുമ്പോൾ നല്ല ആധികാരികമായിട്ട് പറയണമല്ലോ, അതുകൊണ്ടാണ്. ഗവേഷണം നടത്തുക. ഓക്കെ. ഇനി വീഡിയോ നമ്മൾ ഓഡിയോയും കൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഇനി ഇത് വീഡിയോ മാത്രമാണോ? ഇപ്പൊ ഒരു 4 സെഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി വീഡിയോയിലേക്ക് തിരിയേണ്ട സമയമായി. ബാലപാഠങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ജയ്സ, അതിനെക്കുറിച്ചൊന്ന് നമ്മള് വീഡിയോ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്നതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാ? ജയ്സനുണ്ടോ? യെസ്, സെൽഫി വെച്ച് ചെയ്യാനില്ല. അത് ഞാൻ എടുത്ത് അയക്കാം അച്ഛാ, ഗ്രൂപ്പിലിടാം. ബട്ട് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ വന്നിട്ട് ഇപ്പൊ അവർക്ക് ചില ആളുകൾക്ക് ഇപ്പോഴും മറ്റേ ആ സഭാകമ്പം മാറാത്ത ആളുകൾക്ക് ദേ ക്യാൻ സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ദ ഓഡിയോ ഈസ് വാട്ട് ഐ ഫീൽ. അവർക്ക് ഓഡിയോ കണ്ടിന്യൂ ചെയ്യാം അവർക്ക്. ഓക്കെ. അപ്പൊ ഈ കോൺഫിഡൻസ് ഇല്ലാത്തവര് ഓഡിയോ ചെയ്യുക. അപ്പൊ ജയ്സൺ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന്. അതുകൂടെ പഠിച്ചിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങുക. നമ്മള് ഇനി സമയം കളയരുത്, നമുക്കിനി അധികം സമയമില്ല. അപ്പൊ നമ്മുടെ 1 മാസത്തോളം കഴിഞ്ഞു. ഇനി അടുത്ത മാസം കൂടെ നോക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദയവേത് അത് പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ കൺക്ലൂഡിങ് പാർട്ടിലേക്ക് പോവുകയാണ്. കൺക്ലൂഡിങ് സ്പീച്ച്, അതിന്റെ ഒരു സംഗ്രഹം പറഞ്ഞതിനെ കുറിച്ച് സംഗ്രഹിച്ച് സംസാരിക്കുന്നതിനായിട്ട് സരത് കുമാറിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള അഭിലാഷച്ച, ജെയ്സൺ സാർ, ആർക്കഞ്ചലോ സാർ, മറ്റ് ആനിമേറ്റർമാരെ, കോർഡിനേറ്റർമാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കൊരു യാത്രയിലാണ്. ഒരു കലയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു യാത്രയിലാണ് നാം. മനുഷ്യൻ നാവിന്റെ കരുത്ത് അറിഞ്ഞതു മുതൽ, നാവിന്റെ കരുത്ത് അക്ഷരങ്ങളിലേക്കും വാക്കുകളിലേക്കും കടത്തിവിട്ടത് മുതൽ നാം അനുസരിക്കുന്ന ഒരു കലയുണ്ട്. അനേകം സാമ്രാജ്യങ്ങളുടെ ഉദയത്തിനും അസ്തമയത്തിനും കാരണമായ ഒരു കല. ആ കല പ്രസംഗകല. അതിനെ പറ്റിയാണ് നാം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മെ ഇന്ന് ഗ്രിഗറി അച്ഛൻ പഠിപ്പിച്ചത്, സഭാകമ്പം. നമ്മൾ എല്ലാവരിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ സഭാകമ്പം എന്ന് പറയുന്നത്. അത് വളരെ ചുരുക്കം ചില വാക്കുകളിലൂടെ വളരെ ലളിതമായിട്ട് തന്നെ അച്ഛൻ അതിനെ എങ്ങനെ മറികടക്കാമെന്ന് നമ്മെ പഠിപ്പിച്ചു. അതായത് നമ്മുടെ ചിന്തകളിൽ തന്നെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് തന്നെ പരിശീലനം നടത്തി ഇത്തിരി ധൈര്യമുള്ളവരാക്കി മാറ്റിക്കൊണ്ടും, പിന്നെ ഈ പ്രസംഗം എന്ന് പറയുന്ന ഒരു ഭീഷണിയല്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഉറപ്പിച്ച് നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കിച്ചുകൊണ്ട് നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് അച്ഛൻ വളരെ ലളിതമായിട്ടുള്ള വാക്കുകളിലൂടെ പഠിപ്പിച്ചു. പിന്നെ മറ്റൊരു കാര്യം കൂടി അച്ഛൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെ പ്രസംഗിക്കണമെന്ന് മാത്രമല്ല, ഒരു സദസ്സിനെ എങ്ങനെ ഒരുക്കണമെന്നും. അതാണ് നമ്മുടെ സ്റ്റേജിനേക്ക് നമ്മൾ എന്തായാലും സംഘാടകരായി മാറാറുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റേജിൽ ഒരു പ്രസംഗന് വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് നമ്മുടെ സ്റ്റേജിൽ വരുന്ന ലൈറ്റിന്റെ കാര്യം, അവിടുത്തെ ചൂട് കൂടുതലാണോ കുറവാണോ, അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു സംഘാടകർ എന്ന നിലയിൽ അതുകൂടി നമ്മളത് മേക്കപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ
നമ്മുടെ എന്താണ് ഫുഡ് എങ്ങനെ ക്രമീകരിക്കണം, പ്രസംഗത്തിന് മുമ്പ് പോകുമ്പോൾ എങ്ങനെ പോകണം, എങ്ങനെ വേണം ഏകാഗ്രതയോടെ പോകാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ ചുരുക്കം ചില വാക്കുകളിലൂടെ വളരെ ലളിതമായിട്ട് തന്നെ നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല ഇതിപ്പോ ഒരു വെബിനാർ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഓരോരോ നമ്മുടെ ആയിരിക്കുന്നിടത്താണല്ലോ. അപ്പോൾ അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നത് വ്യക്തിപരമായിട്ട് നമ്മളടുത്ത് സംസാരിക്കുന്ന പോലെയായിരുന്നു ഈ ഒരു ക്ലാസ് നടന്നത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളിലൂടെ അച്ഛൻ നമ്മെ എങ്ങനെ സഹവാകമ്പം ഒഴിവാക്കാമെന്ന് പഠിപ്പിച്ചു. അച്ഛന് നമ്മുടെ എല്ലാവരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമ്മൾ മുന്നേറുകയാണല്ലോ. അപ്പോൾ ഈ ഒരു ജൂബിലി വർഷം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ യാത്ര ഈ പ്രസംഗത്തിനെ കുറിച്ചും പ്രസംഗ പരിശീലനത്തിലും നമ്മുടെ KRLCBCയുടെ നേതൃപാടവ നിരയിലേക്കും വരാനുള്ള എല്ലാവിധ അനുഗ്രഹത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൺക്ലൂഡിംഗ് പ്രയർ നയിക്കാനായിട്ട് ലിംനയെ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യുക ലിംന, അൺമ്യൂട്ട് ചെയ്യുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരെയും ഈ ഒരു പ്രസംഗ നേതൃത്വ പരിശീലന കളരിയിലൂടെ ഒന്നിച്ചു ചേർത്ത സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം ഈ പരിപാടിയെ നിയന്ത്രിക്കുന്നവരെയും ഇതിലെ പഠിതാക്കളായിട്ടുള്ളവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചയിൽ വളരെ നല്ല ക്ലാസ്സുകൾ നൽകി ഞങ്ങളെ വീണ്ടും വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാദർ ഗ്രിഗറി കൂടുതൽ നല്ല ആശയങ്ങളുമായി അടുത്ത ആഴ്ച നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവരും നല്ല സൗഖ്യത്തോടുകൂടി ആയിരിക്കുവാനും ഇതിനു വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുവാനും വേണ്ട ജ്ഞാനവും ബുദ്ധിയും ഇതിലുള്ളവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്നും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എന്നും കർത്താവായ യേശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നന്ദി. നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും നിർദ്ദേശം നൽകാനായിട്ടുണ്ടെങ്കിൽ ജൂലിയൻ ജെയിംസ് സാറ് അതുപോലെ ജെയ്സനോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിച്ച് പോകാവുന്നതാണ്. ഇല്ല ആർക്കെങ്കിലും സാറേ പ്രത്യേകിച്ചൊന്നും ഇല്ല. ജെയ്സൺ ചേട്ടൻ വല്ലതും പറയണ്ട? നത്തിങ് സ്പെഷ്യൽ. നമുക്കിപ്പോ 84 പേര് അറ്റൻഡ് ചെയ്തായിരുന്നു. ഞാനിപ്പോ ആലോചിക്കുന്നത് നമുക്ക് വന്നിട്ടേ നമുക്ക് ഒരു ബഡ്ഡി കോൺസെപ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ വന്നിട്ട് നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള ഒരു 5 പേരെങ്കിലും കൂടി നമ്മൾ ഈ ഒരു സെഷൻസ് നടക്കുമ്പോഴേക്കും എത്രയ്ക്ക് ഭംഗിയായിട്ടാണ് അച്ഛന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അത് നമ്മളുടെ പല ആളുകൾക്കും വന്നിട്ട് അത് കിട്ടുന്നില്ല. അത് ബിക്കോസ് അവർക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളത് അവരേക്ക് എത്തിക്കാൻ വേണ്ടി ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 പേരെ അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും 5 പേരെങ്കിലും ഒന്ന് നമ്മളുടെ ഓരോരുത്തരും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് അത് ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അപ്പൊ അത് അങ്ങനെ ഒരു എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള നിങ്ങൾ ഓരോരുത്തരും ഇതിന് വക്താക്കളായിട്ട് മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇനിയും ആളെ ചേർക്കാനാണോ? അല്ല സെഷൻ നടക്കുമ്പോഴേ സെഷനിലേക്ക് അറ്റൻഡ് ചെയ്യിപ്പിച്ചാലും മതി. അപ്പൊ ഇപ്പൊ ചേരുന്നവർക്ക് ആദ്യം മുതലുള്ള അസൈൻമെന്റ്സ് ചെയ്തുകൊണ്ടിരുന്നാ മതി അല്ലേ? ആ ചെയ്യാലോ, ഈസി ആണല്ലോ. ഓക്കെ വിൽ ട്രൈ. ഓക്കെ താങ്ക് യു. എല്ലാവർക്കും വളരെ നന്ദി. ഈ സെഷൻ ആയിട്ട് പൂർത്തീകരിച്ചതിന് എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് വിടാം. സാറേ ഒരു ഫ്രാൻസിസ് സാർ എന്തോ പറയാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇത് നാലാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. വെള്ളിയാഴ്ച 7:30 8:30 ഇതൊരു പലരും അച്ഛൻ ഉൾപ്പെടെ പലരും വളരെയേറെ ഇത് എടുത്തിട്ടാണ് എഫിഷ്യന്റ് എടുത്തിട്ടാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇത് നമ്മളെ വളർത്തുക മാത്രമല്ല നമ്മുടെ സമുദായത്തെ നമ്മുടെ സഭയെയും വളർത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് സ്വയം ഉണ്ടെന്നൊരു ബോധ്യം ഉണ്ടെങ്കിലല്ലേ എല്ലാവരും കയറത്തുള്ളൂ. അങ്ങനെ കയറിയാൽ അതിന് ഫലം ഉണ്ടാകത്തുള്ളൂ. ഇല്ല നമ്മൊരു നിർബന്ധിച്ച് കേട്ടിട്ട് യാതൊരു കാര്യമില്ല.
ഇത് എൻ്റെ സമുദായത്തിന്റെ വളർച്ച, എൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. എൻ്റെ ദൈവത്തിനോട് പ്രവർത്തന ബോധ്യം നമുക്ക് വേണം. അത് അല്ലാതെ നിങ്ങൾ കയറുന്നതായിട്ട് കാര്യമുണ്ട്. എത്രമാത്രം എത്രമാത്രം എഫിഷ്യൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്, അത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു കൊച്ചുകുഞ്ഞിന് മനസ്സിലാവുന്ന രീതി അച്ഛൻ ക്ലാസ് എടുക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ടും കയറിയില്ലെങ്കിൽ പിന്നെ എന്തോ കേറിയാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രദറെ, അവർക്ക് നമുക്ക് ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് പങ്കെടുക്കണം, ഇത് എന്റെ സഭയ്ക്ക് വേണ്ടി. ഓക്കെ സാർ, കൺക്ലൂഡ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ അവസാനിച്ചിരിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് വിടാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഈശോ ആയിരിക്കട്ടെ. താങ്ക് യു അച്ഛാ. നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പ് നമ്മളൊന്ന് കൂടുന്നുണ്ടോ? ആരെയും വിളിക്കാവോ? മൂന്നാമത്തെ ഗ്രൂപ്പ്